Hi, hello, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു and welcome back to THANU'S Diaries. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് DME ഇൻ്റർവ്യൂവിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബേസ് ചെയ്ത ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എത്ര വർഷമായിട്ട് നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, നിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് വാർഡുകളിൽ നിന്നൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. സോ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് രണ്ടിടത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വാളിറ്റി എന്തൊക്കെയാണ് നിങ്ങൾ സ്വയമേ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, പുതുതായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഇതൊക്കെ ബേസിക്കായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ, അതായത് കാഷ്വാലിറ്റി ആ ഒരു ഏരിയയൊക്കെ ആകുമ്പോഴത്തേക്ക് ട്രയാജ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒത്തിരി പേഷ്യൻസ്, എസ്പെഷ്യലി DME മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി പേഷ്യൻസ് ഒരുമിച്ച് വരുന്ന മാസ് കാഷ്വാലിറ്റിയൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മെയിനായിട്ട് മറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രയാജ്. അതായത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പേഷ്യൻറ്റിനെ കെയർ കൊടുക്കുക, പ്രയോറിറ്റി അനുസരിച്ചിട്ട് പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്ത് കെയർ കൊടുക്കുക. എല്ലാ കാഷ്വാലിറ്റി ബേസിലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ ഇതൊക്കെ കാണത്തില്ലേ, അറിയാലോ. റെഡ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ, പെട്ടെന്ന് ഡെത്തായി പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരെ, പിന്നെ വയസ്സ് കുറഞ്ഞ, അതായത് കുഞ്ഞ് പീഡിയാട്രിക് എമർജൻസീസ്, ഇതൊക്കെയാണ് നമ്മൾ റെഡ് സോണിൽ വരുന്നത്. യെല്ലോ സോൺ ഉണ്ട്, ഗ്രീൻ സോൺ ഉണ്ട്, പിന്നെ ഡെത്ത് സോൺ ഉണ്ട്. സോ അങ്ങനെ കുറേ സോൺസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. സോ അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്ത് കളർ കോഡിങ് സിസ്റ്റത്തിൽ കാറ്റഗറൈസ് ചെയ്തതിനാണ് ട്രയാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാൻ, നിങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് പേഷ്യൻറ്റിന് കെയർ കൊടുക്കും, എങ്ങനെയൊക്കെയാണ് നിങ്ങളത് അസസ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻഡിവിജ്വൽ ഏതൊക്കെ കാറ്റഗറിക്കകത്ത് വരുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡു യു മാനേജ് എ പേഷ്യൻറ്റ് കമ്മിങ് വിത്ത് ചെസ്റ്റ് പെയിൻ. നമുക്കറിയാം ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് എല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആദ്യം വരുന്നത് അല്ലേ. സോ അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക എന്തെന്നാണ് ഒരു സാമ്പിൾ ആൻസർ ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ നമ്മൾ ഓക്സിജൻ കൊടുക്കുക, ABC അസസ്മെൻറ്റ് ചെയ്യുക, മോണിറ്റേഴ്സ് അറ്റാച്ച് ചെയ്യുക, ചെക്ക് വൈറ്റൽസ്, ഒബ്റ്റെയിൻ 12 lead ECG, എസ്റ്റാബ്ലിഷ് IV access, give aspirin if not contraindicated as per protocol, start nitroglycerin, inform the physician immediately and prepare for thrombolysis or transfer to cath lab. Okay. The next question എന്ന് പറയുന്നത്, വാട്ട് സ്റ്റെപ്സ് വിൽ യു ടേക്ക് ഇൻ എ ട്രോമ പേഷ്യൻസ്. ഓക്കെ, ഒരു ഇഞ്ചുറി പറ്റി RTA റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. ഫസ്റ്റ് ATLS പ്രോട്ടോക്കോൾ, അതായത് എയർവേ വിത്ത് C-spine പ്രൊട്ടക്ഷൻ. കാരണം നമുക്ക് RTA ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാം ഫുൾ ഫ്രാക്ചറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. സോ സ്പൈൻ ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമുക്ക് അറിയാൻ പറ്റില്ല, എക്സ്റേ ഒക്കെ എടുത്തിട്ടല്ലേ അറിയാം. സോ നമ്മൾ RTA ആയിട്ട് പേഷ്യൻ്റ് വന്നാൽ തന്നെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, ലോഗ് റോൾ മൂവ്മെൻറ്റിനെ ഫോളോ ചെയ്യുക. C-spine പ്രൊട്ടക്ഷൻ നമ്മളെന്താ സ്പൈൻ ബോർഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക 1 times ഇത് കൺഫേം ചെയ്യുന്നത് വരെ. ദെൻ നമ്മൾ ബ്രീത്തിങ് നോക്കുക, സർക്കുലേഷൻ ആൻഡ് കൺട്രോൾ ബ്ലീഡിങ്, ഡിസാബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതായത് GCS സ്കോർ, ഗ്ലാസ്കോ കോമ സ്കെയില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ഹെഡ് ഇഞ്ചുറിയൊക്കെ പറ്റിയ പേഷ്യൻ്റ് ആണെങ്കിൽ സ്കോർ ഒക്കെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ GCS വെച്ചിട്ടാണ് അതൊക്കെ അസസ് ചെയ്യുന്നത്. പേഷ്യൻ്റ് ഫുൾ സ്കോർ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്താണ് നമ്മൾ എക്സ്പോഷർ, നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, IV ആക്സസ് ഉടനെ തന്നെ ഇടുക, ഫ്ലൂയിഡ്സ് ഇടുക, മോണിറ്റർ ചെയ്യുക, വൂണ്ട് കെയർ ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻസ് അസിസ്റ്റ് ചെയ്യുക, എന്തൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് തരുന്നു അതെല്ലാം നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു ട്രോമ ആയിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡു യു ഹാൻഡിൽ എ പേഷ്യൻ്റ് വിത്ത് സസ്പെക്റ്റഡ് സ്ട്രോക്ക്. സ്ട്രോക്കായിട്ട് സസ്പെക്ട് ചെയ്ത് ഒരാൾ വരുവാണ് എങ്കിൽ നമ്മുടെ എമർജൻസി മാനേജ്മെൻറ്റ് എന്താണെന്നാണ്. ഫസ്റ്റ് നമ്മൾ ഒരു ഫാസ്റ്റ് അസസ്മെൻറ്റ് നടത്തുക, വൈറ്റൽ സൈൻസ് മെയിൻറ്റെയിൻ, എയർവേ ആൻഡ് ഓക്സിജനേഷൻ, ചെക്ക് ബ്ലഡ് ഗ്ലൂക്കോസ്, ഇതൊക്കെ മെയിനായിട്ട് ആ ഒരു പേഷ്യൻ്റ് വരുമ്പോഴേ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻഷുർ IV ആക്സസ്, ഇൻഫോം ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി, പ്രിപ്പയർ ഫോർ CT സ്കാൻ, BP മോണിറ്റർ ചെയ്യുക, then thrombolytic therapy as soon as early start ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഡു ഫോർ എ പേഷ്യൻ്റ് ഇൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആയിട്ടൊരു പേഷ്യൻ്റ് വരുവാണ്. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ എയർവേയുടെ പാറ്റൻസി നോക്കുക, അഡ്മിനിസ്റ്റർ ഓക്സിജൻ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻ്റ് ഹൈ ഫൗലാസ് പൊസിഷനിൽ ഇരുത്തുക, SpO2 ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, നെബുലൈസേഷൻ കൊടുക്കുക, ABGയിൽ അസിസ്റ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊടുക്കുക. ഇൻ കേസ് പേഷ്യനെ ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ഇൻറ്റുബേഷന് അസസ്
അസിസ്റ്റ് ചെയ്യും. ഇൻറ്റുബേഷൻ അറിയാമല്ലോ, നമ്മൾ വെൻറ്റിലേറ്ററിൻ്റെ അസിസ്റ്റൻസ് വേണമെങ്കിൽ അതിന് അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു മാനേജ് സീഷേഴ്സ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റ് സീഷറായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് എൻഷുവർ സേഫ്റ്റി, പൊസിഷൻ ദ പേഷ്യൻറ്റ് ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ, മെയിൻറ്റെയിൻ എയർവേ, ഗീവ് ഓക്സിജൻ, ചെക്ക് ഗ്ലൂക്കോസ് ലെവൽ, അഡ്മിനിസ്റ്റർ ഡയാസെപ്പം മിഡാസോളം ആസ് ഓർഡേഡ്, മോണിറ്റർ വൈറ്റൽ സൈൻ ആൻഡ് ഡോക്യുമെൻറ്റ് എപ്പിസോഡ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഒരു മടിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക പറയാം. അറ്റ്ലീസ്റ്റ് നമ്മൾ വൈറ്റൽസ് നോക്കുമ്പോൾ എയർവേ മെയിൻറ്റെയിൻ ചെയ്യും, പാറ്റേൺസ് ചെക്ക് ചെയ്യും, ഗ്ലൂക്കോസ് നോക്കാറുണ്ട്. സോ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു യു മാനേജ് അനാഫൈലാക്സിസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ദ സിംറ്റംസ് ഏർലി, എൻഷുർ എയർവേ, അഡ്മിനിസ്റ്റർ IM അഡ്രിനാലിൻ 0.5 mg, provide oxygen, IV fluids, antihistamines, corticosteroids and continuous monitoring. ഇതൊക്കെയാണ് നമ്മൾ ഒരു അനാഫൈലാക്സിസ് ആയിട്ട് വന്നത് പേഷ്യൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ റോൾ ഇൻ പോയ്സണിങ് കേസസ്. ഓക്കെ കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിൽ അറിയാം ഒത്തിരി പോയ്സണിങ് കേസസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് എല്ലായിടത്തും ചെയ്യുന്നത് എയർവേ എൻഷുർ ചെയ്യുക, റിമൂവ് പേഷ്യൻറ്റിന് എക്സ്പോഷർ ഇഫ് നീഡഡ്, ഒബ്റ്റെയിൻ ഹിസ്റ്ററി, മെയിൻറ്റെയിൻ IV ആക്സസ്, മോണിറ്റർ വൈറ്റൽസ്, prepare for gastric lavage if indicated, administer antidote as per protocol and support the physician. Okay, the next question എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ് ട്രോമ പേഷ്യൻറ്റ് വിത്ത് ഹെവി ബ്ലീഡിങ് ആണ് ഒരു ട്രോമ പേഷ്യൻറ്റിന്, ആർട്ടിയായിട്ടൊക്കെ വരുന്ന പേഷ്യൻറ്റിന്. സോ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ബ്ലീഡിങ് എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അപ്ലൈ പ്രഷർ ബാൻഡേജസ് ഇഫ് റിക്വയർഡ്, ദെൻ ഇഷ്ടംപോലെ IV ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലഡ് ലോസ് ആവണം. സോ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, IV ലൈൻ ഇടുക, IV ആക്സസ് ഇടുക, 2-3 IV ആക്സസ് ഇടുക, പിന്നെ അതിലൂടെ എല്ലാം നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക, ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കുക, എന്തെങ്കിലും ഷോക്ക് സൈൻസ് ഉണ്ടോ എന്ന് നോക്കുക, പ്രിപ്പയർ ഫോർ ഫാസ്റ്റ് സ്കാൻ ആൻഡ് അസിസ്റ്റ് എമർജൻസി പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് ഒരു എമർജൻസി സിറ്റുവേഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുക. പേഷ്യൻറ്റ് കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് എന്തെങ്കിലും കൊടുക്കുക. ഇഫ് അൺകോൺഷ്യസ് നമ്മൾ എന്ത് ചെയ്യുക, 25% ഡെക്സ്ട്രോസ്, 50% ഡെക്സ്ട്രോസ് ഒക്കെ കൊടുക്കുക. ദെൻ വൈറ്റൽസും ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ എന്ത് ചെയ്യുക, അവർലി ഒരു ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് യുവർ അപ്രോച്ച് ഇൻ പേഷ്യൻറ്റ് വിത്ത് സിവിയർ ആസ്മാറ്റിക് അറ്റാക്ക്. സോ ഒരു ആസ്മയായിട്ടൊരു പേഷ്യൻറ്റ് വരികയാണ്, നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നത് പോലെ എൻഷുർ എയർവേ, ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കുക, ഇനിഷ്യേറ്റ് നെബുലൈസേഷൻ വിത്ത് സാൽബ്യൂട്ടമോൾ അല്ലെങ്കിൽ ലിപ്രാട്രോപ്പിയം, ദെൻ അഡ്മിനിസ്റ്റർ IV സ്റ്റിറോയിഡ്സ്, മോണിറ്റർ SpO2, പ്രിപ്പയർ ABG ആൻഡ് അസിസ്റ്റ് ഇഫ് ഇൻറ്റുബേഷൻ ഇസ് റിക്വയർഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ ഡു യു മെയിൻറ്റെയിൻ ഡോക്യുമെൻറ്റേഷൻ ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയാണ്. പേഷ്യൻസിൻ്റെ വന്നുകൊണ്ടിരിക്കും, നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. സോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നേഴ്സസ് എന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും എത്ര തിരക്കായാലും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ലേറ്റർ അത് ഭയങ്കര ഇഷ്യൂസിലേക്ക് പോകും. സോ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെ ഡോക്യുമെൻറ്റേഷൻ മാനേജ് ചെയ്യും എന്നാണ് ചോദ്യം. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്ത് ഐ ഡോക്യുമെൻറ്റ് ഓൾ ഫൈൻഡിങ്സ്, ഇൻവെൻഷൻസ്, ടൈമിംഗ്, മെഡിക്കേഷൻ, പേഷ്യൻ്റ് റെസ്പോൺസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡോക്ടേഴ്സ്. ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഡോക്യുമെൻറ്റേഷൻ ഈസ് ക്രൂഷ്യൽ ഫ്രോം മെഡിക്കോ ലീഗൽ സേഫ്റ്റി. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ സൈഡ് നമ്മൾ സേഫാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, മെഡിക്കോ ലീഗൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു യു അല്ലെങ്കിൽ വൈ ഡു യു തിങ്ക് യു ആർ സ്യൂട്ടബിൾ ഫോർ ദ DME നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ സ്യൂട്ടബിൾ ആണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ. സോ അതിനൊരു സാമ്പിൾ ആൻസർ ആണ് ഐ ആം കോൺഫിഡൻറ്റ്, കാം അണ്ടർ പ്രഷർ, skilled in emergency care and experienced in handling critically ill patients. I can prioritize effectively work as a team member and deliver safe, high quality care. I am committed to the responsibility of a DME nursing officer. കുറച്ച് ആധികാരികമായിട്ട് നമ്മളെ കുറച്ച് പൊക്കി പറയുക, അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ള കാര്യം കേട്ടോ. സോ നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ വാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മളെല്ലാ ഇതിലും പറയുന്നത് പോലെ തന്നെ വാർഡിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇത്രയും തിരക്കുന്ന് വരുന്ന വാർഡിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു, പിന്നെ എങ്ങനെ എല്ലാ പേഷ്യൻസിലേക്കും കെയർ എത്തിക്കുന്നു. എസ്പെഷ്യലി മെഡിക്കൽ വാർഡ്സൊക്കെ നല്ല തിരക്കാണ്. സോ അത് ഇത്രയും പേഷ്യൻസിന് തിരക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ എല്ലാവർക്കും കറക്റ്റ് കെയർ കൊടുക്കുന്നു, കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ഇതെല്ലാം പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ വാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. മെഡിക്കൽ വാർഡ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറയുന്നത് CAD, MI,
പിന്നെ ആസ്മ, COPD പേഷ്യൻസ്, ഇങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മെഡിക്കൽ വാർഡിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്നത് കേട്ടോ. സോ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലൈറ്റസ്, അതിൻ്റെ ടൈപ്സ്, മാനേജ്മെൻറ്റ്, ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ MI മാനേജ്മെൻറ്റ്, ചെസ്റ്റ് പെയിനായിട്ട് പെട്ടെന്ന് പേഷ്യൻ്റ് വന്നാൽ നമ്മൾ എന്തൊക്കെ എമർജൻസി കെയർ കൊടുക്കും ഇൻ കേസ് വാർഡിലാണെങ്കിൽ. സോ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസാണ് മെഡിക്കൽ വാർഡിൽ കൂടുതലായിട്ട് കാണുന്നത്. COPD പേഷ്യൻസ്, ആസ്മ ഉള്ള പേഷ്യൻസ്. സോ അവരുടെ മെഡിക്കേഷൻസ്, ആ അസുഖത്തെ പറ്റിയെല്ലാം, ആ ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റിയെല്ലാം നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇൻ കേസ് നിങ്ങൾ മെഡിക്കൽ വാർഡിലാണെങ്കിൽ ഈ തരത്തിലുള്ള ഇപ്പോഴും നമ്മൾക്ക് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡിസീസസിനെ കുറിച്ച് എന്ത് ചെയ്യണം, നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ മെഡിക്കൽ വാർഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചിട്ട് ഒരറിവുണ്ടായിരിക്കണം. അതിൻ്റെ സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്, പിന്നെ അതിൻ്റെ യൂസസ്, ഡോസേജസ്, എല്ലാത്തിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അറിവുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഡെത്തൊക്കെ വരുമ്പോഴത്തേക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇൻ കേസ് വാർഡിലൊക്കെ ആണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. സോ ആ ഡെത്ത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഇൻ കേസ് ഇത്രയും തിരക്കുള്ള വാർഡിൽ എന്തെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ബിഹേവ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കാമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യും. ഒരിക്കലും അവരെ ദേഷ്യം പിടിപ്പിക്കാതെ, അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ള മറുപടി കൊടുക്കുക. സോ ഇതൊക്കെയാണ് മെഡിക്കൽ വാർഡ് റിലേറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ദെൻ സർജിക്കൽ വാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സർജറി എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, സർജറി വാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സർജിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത് അല്ലേ. പാൻക്രിയാറ്റൈറ്റിസ്, അപ്പൻഡിസൈറ്റിസ്, പിന്നെ നമ്മുടെ CABGക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ്, ഒത്തിരി സർജിക്കൽ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും കൂടുതലും ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ്. സോ അതൊക്കെ ആയിരിക്കും സർജിക്കൽ വാർഡിൽ വരുന്നത്. സോ അതിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു, പ്രിപ്പറേഷൻ ആൻഡ് കെയർ ഓഫ് സർജറി പേഷ്യൻറ്റ്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് പ്രീ ഓപ്പറേറ്റീവ് കെയർ ഉണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഉണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കെയർ ഓഫ് പേഷ്യൻറ്റ് വിത്ത് ഇൻ എ സർജറി. അപ്പോൾ അത് ചോദിക്കാം. പിന്നെ നിങ്ങളെങ്ങനെ വൂണ്ട് ഡ്രെയിൻ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെപ്പോഴൊക്കെയാണ് എൻഡി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സർജറി സൈറ്റ് വൂണ്ട് കെയർ എങ്ങനെയാണ്. പിന്നെ സർജിക്കൽ ഹാൻഡ് വാഷിംഗ്, മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് ചോദിക്കാം. പിന്നെ സ്റ്റെറൈലായിട്ട് നമുക്ക് എങ്ങനെ വൂണ്ട് ക്ലീൻ ചെയ്യാം. ഇൻ കേസ് പേഷ്യൻറ്റിന് ഈ സർജറി സൈഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ അതിനെ കൾച്ചറൽ സെൻസിറ്റിവിറ്റിക്ക് സാമ്പിൾ സെൻഡ് ചെയ്യുന്നുണ്ടോ, സോ അത് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സർജറി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ റോൾ ഇൻ പ്രീ ഓപ്പറേറ്റീവ് കെയർ. സോ പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ മെയിനായിട്ട് വരുന്നത് ഐഡൻറ്റിഫൈ, വെരിഫിക്കേഷൻ, കൺസെൻറ്റ് ചെക്ക് ലിസ്റ്റ്, NBO സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ആണോ നോക്കണം, സൈറ്റ് മാർക്കിംഗ്, വൈറ്റൽസ്, റിമൂവൽ ഓഫ് ഡെഞ്ചേഴ്സ് ഓർ ജ്വല്ലറി, IV ലൈൻ പ്രിപ്പറേഷൻ, പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്ത് നോക്കണം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ ഇത് ഇത്രയും നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡു യു പ്രിവെൻറ്റ് പ്രഷർ അൾസേഴ്സ് ഇൻ ബെഡ് റിഡൻ പേഷ്യൻസ്. ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിൽ പ്രഷർ അൾസേഴ്സ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് കൊടുക്കുക, സ്കിന്ന് ഡ്രൈ ആക്കി വയ്ക്കുക, പ്രഷർ റിലീവിങ് ഡിവൈസസ് കൊടുക്കുക, പിന്നെ അഡിക്വേറ്റ് ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, റെഗുലർ സ്കിൻ അസസ്മെൻറ്റ്, സ്കിൻ കെയർ, ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ അൾസേഴ്സ് വരാതെ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു കെയർ ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ഫോളിസ് കത്തീറ്റർ. അപ്പോൾ കത്തീറ്ററൈസ്ഡ് പേഷ്യൻ നമ്മൾ എങ്ങനെ കെയർ കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ എസെപ്റ്റിക് ഇൻസർഷൻ കീപ്പ് ചെയ്യുക, കീപ് ഡ്രെയിനേജ് ബാഗ് ബിലോ ബ്ലാഡർ ലെവൽ, എൻഷുർ നോ കിങ്സ്, പ്രൊവൈഡ് പെരിനിയൽ കെയർ, മെഷർ ഔട്ട്പുട്ട്, എഡ്യൂക്കേറ്റ് പേഷ്യൻ്റ് ആൻഡ് റിമൂവ് ദ കത്തീറ്റർ as early as possible. Next ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു മാനേജ് എ പേഷ്യൻറ്റ് വിത്ത് ഡയബറ്റിസ് അണ്ടർഗോയിങ് സർജറി. ഓക്കെ, നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ട്. സോ എങ്ങനെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വൂണ്ടൊക്കെ ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ഉണങ്ങത്തില്ല. സോ അങ്ങനെയുള്ള പേഷ്യൻ്റ് നമ്മൾ മോർ കെയർ കൊടുക്കണം. സോ ആ പേഷ്യൻറ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യുക, ഹൈപ്പോഗ്ലൈസീമിയ അവോയ്ഡ് ചെയ്യുക, ഇൻസുലിൻ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് NBO സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ ഓർഡേഴ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ പാടില്ല. സോ അതും ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ റൗണ്ട് ചെയ്ത് ചോദിക്കാം, ഈ പേഷ്യൻ്റ് NBO സ്റ്റാറ്റസ് ആണ്, പേഷ്യൻ്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്, ഇപ്പോൾ ഇങ്ങനെ ഓർഡർ ഉണ്ട്, നമ്മൾ HRA കൊടുക്കണമെന്ന്, നിങ്ങൾ കൊടുക്കുമോ,
അല്ലെങ്കിൽ എത്ര അഡ്മിനിസ്റ്റർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചാടിക്കറി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ പേഷ്യൻ്റെ NBO ആണ്, നിൽപ്പർ ഓറലാണ്. സോ പേഷ്യൻ്റ് ഹൈപ്പോഗ്ലൈസിമിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ NBO സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യില്ല, കൊടുക്കത്തില്ല കേട്ടോ. വൺ ടൈം ഈ NBO ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഓർഡേഴ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ വൂണ്ട് ഹീലിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യുക, അസെപ്റ്റിക് ടെക്നിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ദെൻ എഡ്യൂക്കേറ്റ് ദ പേഷ്യൻ്റ് അബൌട്ട് ഫുഡ് കെയർ ആൻഡ് ഡയറ്റ്. ഓക്കെ, പിന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ നഴ്സിംഗ് കെയർ ഓഫ് എ പേഷ്യൻ്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ? BP ഉള്ള പേഷ്യൻ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. നമ്മൾ എന്ത് BP റെഗുലർലി ചെക്ക് ചെയ്യുക, ആൻറ്റി ഹൈപ്പർ ടെൻസീവ് അഡ്മിനിസ്റ്റർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഡിസ്നസ് ഹെഡാക്കൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ സോഡിയം ലോ സോൾട്ട് ഡയറ്റ് കൊടുക്കുക, ഫ്ലൂയിഡ് ഒക്കെ ബാലൻസ് ചെയ്യുക. എന്തെങ്കിലും സ്ട്രോക്കോ റീനൽ ഇഷ്യൂസിന് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉള്ള സയൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ റോൾ ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ റോൾ എന്തോന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലഡ് ബാഗിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ബേസ് ലൈൻ വൈറ്റൽസ് നോക്കുക. സ്ലോ ആയിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാൻ. എന്തെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ എന്തെങ്കിലും റിയാക്ഷൻസ് കാണുമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പ്രോബബിളായിട്ട് മെഡിക്കൽ സർജിക്കൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. പിന്നെ നമ്മൾ മെഡിക്കൽ സർജിക്കലിൽ നമ്മളിപ്പം കൂടുതലും വൈറ്റൽസ് ഒക്കെ നോക്കുക, ബേസിക് വൈറ്റൽ സയൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അതിൻ്റെ പല ടൈപ്പിലുള്ള അതുകൊണ്ട് ടെമ്പറേച്ചർ തന്നെ പലതരത്തിലുള്ള ടെമ്പറേച്ചർ പൾസ് ഒക്കെ ഉണ്ട്. സോ അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് എന്ന് അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വൈറ്റൽസ് എങ്ങനെ നമ്മൾ നോക്കും, ചെക്ക് ചെയ്യും. ഇപ്പോൾ എങ്ങനെ ഫാരൻഹീറ്റിന് സെൽഷ്യസ് ആകുന്ന, സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആകുന്ന കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ഓർമ്മിക്കുക. ഫ്ലൂയിഡ് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. പീഡിയാട്രിക് കേസസ് ആണെങ്കിൽ മൈക്രോ ഡ്രോപ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഡോസേജ് കാൽക്കുലേഷൻ ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. ഡ്രോപ്സ് പെർ മിനിറ്റ് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. അതൊക്കെ ഒരു പ്രോബബിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആണ്. സോ അതൊന്നും നമ്മൾ അവിടെ ഇരുന്ന് മണ്ടത്തരൊന്നും കാണിക്കാൻ പാടില്ല. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. പിന്നെ ഒരാൾ ചോദിച്ചേക്കുന്നത് 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ എന്നോട് എന്ത് ചോദിക്കാനാണ് ചാൻസ്? സോ ഇപ്പം 12 വർഷമായിട്ട് വർക്ക് ചെയ്യാത്ത ഒരാളോട് ഉറപ്പായിട്ടും അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് എടുത്തത്, എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ നോളജിനെ ഉറപ്പായിട്ടും അവർ അസസ് ചെയ്യും. കാരണം ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ബേസിക് നഴ്സിംഗ് കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. കാരണം കുറച്ച് അകത്ത് കയറി ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിടത്ത് വർക്ക് ചെയ്തിട്ടില്ല. സോ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് കാര്യങ്ങൾ ചോദിക്കും. സച്ചസ് വൈറ്റൽ സയൻസ് ചോദിക്കാം, അതെങ്ങനെ അസസ് ചെയ്യാമെന്ന് ചോദിക്കാം. പിന്നെ നമ്മുടെ MA മാനേജർ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസില്ലേ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം കേട്ടോ. സോ എന്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയില്ല എന്നൊക്കെ ഉള്ളതിന് ഒരു കറക്റ്റ് ആൻസർ പഠിച്ച് വെച്ചിട്ട് പോവുക കേട്ടോ. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ്, മെഡിക്കൽ സർജിക്കൽ ആൻഡ് എമർജൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു അഗൈൻ.